എല്ലാവർക്കും നമസ്കാരം. ഫാംഡക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഇൻട്രൊഡക്ഷൻ ഇവിടെ തന്നെ എടുക്കാമെന്ന് വെച്ചത്. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ചിത്രക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംബിയൻസ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അടുത്ത വീഡിയോയിലെ ഇൻട്രോ ഇതിനകത്തുനിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് വെച്ചത്. അപ്പം താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏതായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ വാഴക്കൃഷിയുടെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പാർട്ട് 1 കണ്ടവർക്കറിയാം നമ്മൾ ഈ വാഴക്കൃഷിയിൽ വാഴക്കന്ന് സെലക്ട് ചെയ്യുന്നതും വാഴക്കന്ന് ചാണകത്തിൽ എങ്ങനെ മിക്സ് ചെയ്യുന്നതുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് കുഴിച്ച് വെക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ വളം നമ്മൾ തുടക്കത്തിൽ ചെയ്യണം, അങ്ങനെ അറിയേണ്ടതായിട്ടുള്ള ചെറിയ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് മാത്രം വരിക, കാരണം ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ വാഴക്കന്ന് നമ്മൾ അത് ചാണകത്തിൽ മുക്കി 10 ദിവസത്തോളം വെക്കണമെന്നാണ്. അപ്പോൾ 10 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഒരു മണ്ണെടുത്തിട്ട് ഈ ഒരു ലെവലിൽ നമ്മൾ വാഴക്കന്ന് നമ്മൾ അടുക്കി ഇങ്ങനെ വെച്ചേക്കണം. കാരണം വെച്ചാൽ 10 ദിവസം ആകുമ്പോഴത്തേന് 3 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മളിത് മണ്ണുമായിട്ടൊരു കോൺടാക്റ്റ് കൊടുക്കണം. അതിനാണ് നമ്മളിങ്ങനെ ഒരു ചപ്പാത്ത് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നേരെ ലെവലാക്കി വെച്ചിട്ട് ആ വേരിനോട് ചേർന്ന് കുറച്ച് മണ്ണ് വീഴുന്ന പോലെ നമ്മൾ മണ്ണോട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ലെവലിൽ നമ്മൾ ആക്കി ഒരു 10 ദിവസത്തേന് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീൽഡിലോട്ട് കിടക്കുമ്പോഴത്തേന് നമ്മുടെ അന്ന് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ കുഴി JCBയുടെ കൈ കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ JCBയുടെ കഴിക്കാൻ നല്ല വീതിയിലുള്ള കുഴിയാണ്. അതിനകത്ത് നമ്മൾ 2 വാഴ വെച്ചുള്ള കൃഷിയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വാഴയുടെ കുഴി ഒരു തൂമ്പായിക്ക് ഒരു 3-4 പ്രാവശ്യം കുഴിച്ച് അത്യാവശ്യം ഒരു ചെറിയൊരു കുഴി എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴക്കന്ന് ചാണകത്തിൽ മുക്കിയത് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേപ്പും പിണ്ണാക്ക് വിതറി കൊടുക്കുക. ഒരു 2 അല്ലെങ്കിൽ 3 കൈ വിതറുന്നത് ഏറ്റവും നല്ലതാണ്. ആദ്യം തന്നെ വേപ്പും പിണ്ണാക്കാണ് ഏറ്റവും നല്ലത്. രാസവളം ചെയ്യുന്നതിലും നല്ലത് വേപ്പും പിണ്ണാക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴവിത്ത് നടുക്കായിട്ട് പ്ലേസ് ചെയ്യുക. വാഴവിത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ അതിനെ നമ്മൾ മണ്ണിട്ട് മൂടി കൊടുക്കുക. അപ്പോൾ മണ്ണിട്ട് മൂടി കൊടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ജൈവവളവും നമ്മൾ അതിന് ചുറ്റും ഒരു 1-2 കൈ വിതറുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ജൈവവളവും ഏറ്റവും നല്ലോണം വിതറിയ ശേഷം ഒരു കാരണവശാലും നമ്മൾ തുടക്കത്തിൽ രാസവളം കൊടുക്കരുത്. രാസവളം നമ്മൾ ഒരു വളർന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ രാസവളം കൊടുക്കാവുള്ളൂ. ജൈവവളം നമ്മൾ ഇട്ട ശേഷം നമ്മൾ നല്ലോണം വളം മൂടുന്ന പോലെ ആദ്യമേ ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് നല്ലോണം ഒന്ന് മൂടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ കുഴിയിലും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെ മറ്റേ കുഴിയിലും അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ മണ്ണ് നല്ലോണം ഇട്ട് മൂടി കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാഴക്കണ്ണ് ഇപ്പോൾ ചെറുതായിട്ട് കാണാമല്ലോ. അപ്പോൾ അതുകൂടെ മൂടുന്ന രീതിയിൽ മണ്ണ് മേളിലോട്ട് നല്ലോണം ഇട്ട് 2 വാഴക്കന്നും കാണാത്ത പോലെ നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് നമ്മൾ കാലം കൊണ്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചേക്കുക. ലെവൽ ചെയ്ത് വെച്ച ശേഷം നമ്മൾ മറക്കാതിരിക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നല്ലോണം നനച്ചു കൊടുക്കുന്ന കാര്യം. അതായത് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മൾ നല്ലോണം വെള്ളം നനച്ചു കൊടുക്കണം. വെള്ളം നനച്ചു കൊടുക്കാനുള്ള ഇതുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൂടുകാലത്ത് നമ്മൾ വാഴ ഇപ്പം വെക്കാൻ തുനിയാവുള്ളൂ. ഇല്ലെങ്കിൽ മഴയെ ആശ്രയിച്ച് മാത്രമേ ഈ വാഴ കൃഷി ചെയ്യാവുള്ളൂ. വെള്ളം നല്ലോണം എത്തുന്ന പോലെ നമുക്ക് തുള്ളി നനയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹോസ് വെച്ചോ എങ്ങനെയാണെങ്കിലും നല്ലോണം വെള്ളം ചെല്ലണം. വെള്ളം അത്രയ്ക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വാഴയുടെ അടുത്ത സ്റ്റേജ് മുതലുള്ള വീഡിയോസ് പിന്നീട് നമ്മൾ ആയി കഴിയുമ്പോഴത്തേന് വെച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും അഭിപ്രായം സജഷൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ സജഷൻസും ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബൈ.